ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. ആര്യ ഇൻ ദ കോക്പിറ്റ്. ഈ ഒരു ലെസൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. എഴുതിയിരിക്കുന്നത് നന്ദിത ജയരാജാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഡിഡ് ആര്യ വാണ്ട് ടു ബി വെൻ ഷി വാസ് 4 years ഓൾഡ് ആൻഡ് വൈ? ആര്യയ്ക്ക് 4 വയസ്സുള്ളപ്പോൾ ആര്യയ്ക്ക് ആരാവണമെന്നായിരുന്നു ആഗ്രഹം, എന്തുകൊണ്ട്? ഇതാണ് ആൻസർ വരുന്നത്. ആര്യ വാണ്ടഡ് ടു ബിക്കം എ ട്രപ്പീസ് ആർട്ടിസ്റ്റ് ലൈക്ക് റോസമ്മ. ഷി വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിങ് ടു സ്വിങ്. ആരാവണമെന്നായിരുന്നു ആഗ്രഹം? ട്രപ്പീസ് ആർട്ടിസ്റ്റ് അല്ലേ? റോസമ്മയെ പോലെ ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. എന്തുകൊണ്ടാണ്? സർക്കസിലൊക്കെ ഒരു സ്വിങ്ങിൽ നിന്ന് അല്ലേ, ഒരു ഊഞ്ഞാലിൻ്റെ മുകളിൽ നിന്ന് മറ്റൊരു ഊഞ്ഞാലിലേക്ക് ഇങ്ങനെ കൈവിട്ടിട്ട് അവർ ചാടുന്നത് കാണാം അല്ലേ. അപ്പോൾ അതുപോലെ ഇങ്ങനെ കാറ്റിൽ പറക്കണമെന്ന് ആര്യയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആര്യ എന്ത് പറയുന്നത്? റോസമ്മയെ പോലെ ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആവണമെന്ന് പറയുന്നത്. അവരിങ്ങനെ പറക്കുന്നത് കണ്ടപ്പോൾ ആര്യയ്ക്ക് ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആവണമെന്ന് ആഗ്രഹം തോന്നി കേട്ടോ. അടുത്ത ചോദ്യം. വൈ ഡിഡ് ദ 8-year-old ആര്യ വാണ്ട് ടു ബിക്കം കൽപ്പന ചൗള? എന്തുകൊണ്ടാണ് 8 വയസ്സായപ്പോൾ ആര്യയ്ക്ക് കൽപ്പന ചൗള ആവണമെന്ന് തോന്നിയത്? പിക്ചറിൽ തന്നെ ഉണ്ട് ഉത്തരം. എന്താണ്? കൽപ്പന ചൗള ഇട്ടിരുന്ന പോലത്തെ അങ്ങനത്തെ ഡ്രസ്സുകൾ ഇടാൻ അല്ലേ, അങ്ങനത്തെ ആ ഒരു ആസ്ട്രോനോട്ടിൻ്റെ ഡ്രസ്സ് ഇടാൻ ആര്യയ്ക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആരാവണമെന്ന് ആഗ്രഹിച്ചത്? കൽപ്പന ചൗളയെ പോലെ ഒരു ആസ്ട്രോനോട്ട് ആവണമെന്ന് ആഗ്രഹിച്ചത്. ആര്യ ലൈക്ക് ദി സ്പേസ് സ്യൂട്ട് വിച്ച് ആസ്ട്രോനോട്ട്സ് യൂസ് ടു വെയർ. എന്തുകൊണ്ടാണ്? ആര്യയ്ക്ക് അവരിടുന്ന പോലെയുള്ള സ്പേസ് സ്യൂട്ട് ഇടാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവൾ കൽപ്പന ചൗളയെ പോലെ ആവണമെന്ന് ആഗ്രഹിച്ചത്. അടുത്ത ചോദ്യം. വാട്ട് ഡിഡ് രാജു ആസ്ക് ആര്യ അബൌട്ട് ദ പോസ്റ്റർ ഓൺ ഹെർ വാൾ ആൻഡ് ഹൗ ഡിഡ് ആര്യ റെസ്പോണ്ട്? എന്താണ് രാജു ചോദിച്ചത് ആര്യയോട്? ആ വാളിൻ്റെ മുകളിൽ, ആ ചുമരിൻ്റെ മുകളിൽ ഒട്ടിച്ച ആ പോസ്റ്റർ കണ്ടപ്പോൾ? ഇതാണ് ഉത്തരം വരുന്നത്. രാജു ആസ്ക്ഡ് ആര്യ ഹൂ വർ ദ പീപ്പിൾ ഓൺ ദ പോസ്റ്റർ. എന്താ ചോദിച്ചത്? ആ പോസ്റ്ററിൻ്റെ മുകളിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നാണ് രാജു ആര്യയോട് ചോദിച്ചത്. ഷി റിപ്ലൈഡ് ദാറ്റ് ദേ വർ ഭാവന, അവനി ആൻഡ് മോഹന, ദ ഫസ്റ്റ് വുമൺ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻസ് ഇൻ ഇന്ത്യ. എന്ത് പറഞ്ഞു? ആ പോസ്റ്ററിൽ കാണുന്നത് ഭാവനയും അവനിയും അതുപോലെ തന്നെ മോഹനയുമാണ് അല്ലേ. അവരൊക്കെയാണ് ഇന്ത്യയിലെ സ്ത്രീകളിൽ ആദ്യമായിട്ട് ഫൈറ്റർ പ്ലെയിൻസ് അല്ലെ, യുദ്ധവിമാനങ്ങൾ പറത്തിയത് അവരാണെന്ന് ആര്യ രാജുവിന് മറുപടി കൊടുത്തു. ഇനി അടുത്തത് എന്താണ്? ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. യു ഹാവ് റെഡ് അബൌട്ട് ആര്യാസ് ഡ്രീംസ്. ഡു യു ഹാവ് ഡ്രീംസ്? നിങ്ങൾ ആര്യയുടെ ഡ്രീംസിനെ പറ്റി, സ്വപ്നങ്ങളെ പറ്റി വായിച്ചല്ലോ. നിങ്ങൾക്കും ഇതുപോലെ സ്വപ്നങ്ങളുണ്ടോ? വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം ഇൻ യുവർ ലൈഫ്? നിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താവണമെന്നാണ് ആഗ്രഹം? റൈറ്റ് അബൌട്ട് യുവർ ഡ്രീം. നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. മൈ ഡ്രീം ഈസ് ടു ബിക്കം എ ഡോക്ടർ. ഐ വാണ്ട് ടു ഹെൽപ്പ് ദ പീപ്പിൾ ഹു ആർ സിക്ക്. പിന്നെ എന്ത് കൊടുക്കാം? ഡോക്ടേഴ്സ് ആർ റെസ്പെക്റ്റഡ് ഇൻ ദ സൊസൈറ്റി ആൻഡ് ഹാവ് ദി എബിലിറ്റി ടു സേവ് ലൈഫ്സ്. I want to make a difference in people's lives and contribute to my community. My parents and teachers support my dream and I am determined to achieve it. By becoming a doctor, I can serve my country and provide medical care to those in need. I am ready to face the challenges and work hard to make my dream come true. എന്താ പറയുന്നത്? എനിക്ക് ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം അല്ലേ. എനിക്ക് പാവപ്പെട്ടവരെയും ആവശ്യമുള്ള എന്താണ് പറയുക, സിക്കായിട്ട് രോഗിയായ ആൾക്കാരെയും സഹായിക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാരെ ഈ സൊസൈറ്റി വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. എൻ്റെ പേരൻസും ടീച്ചേഴ്സും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൈവരിക്കാൻ വേണ്ടിയിട്ട് അത്യന്തം പരിശ്രമിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡോക്ടർ ആവുന്നതിലൂടെ എനിക്ക് എൻ്റെ രാജ്യത്തെ സേവിക്കാൻ പറ്റും എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം ആക്ടിവിറ്റി 2 ആണ്. ഹിയർ ഈസ് എ ടൈം ലൈൻ ഓഫ് ആര്യാസ് ആസ്പിറേഷൻസ് ആൻഡ് ഡ്രീംസ്. കംപ്ലീറ്റ് ദ ടൈം ലൈൻ ആൻഡ് റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് ഇറ്റ്. ഇവിടെ ആര്യയുടെ ആസ്പിറേഷൻ, ആര്യയ്ക്ക് ഓരോ പ്രായത്തിലും ഓരോ ഡ്രീം ആയിരുന്നു അല്ലേ. 4 വയസ്സായുള്ളപ്പോൾ അവളുടെ ആഗ്രഹം എന്തായിരുന്നു? ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആവണം റോസമ്മയെ പോലെ എന്നായിരുന്നു. 8 വയസ്സ് ഉള്ളപ്പോഴെന്തായിരുന്നു? അവൾക്ക് കൽപ്പന ചൗളയാവണം എന്നായിരുന്നു അല്ലേ. അപ്പം ഓരോ പ്രായത്തിലും അവളുടെ ഡ്രീം എന്തായിരുന്നു അത് എഴുതുക. പിന്നെ അതിനെപ്പറ്റി കുറച്ച് ലൈൻസും ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കൊടുക്കാം. 8 വയസ്സിൽ എന്തായിരുന്നു? ആസ്ട്രോനോട്ട് ആവണമെന്നായിരുന്നു. 12 വയസ്സായപ്പോൾ പൈലറ്റ് ആവണമെന്നായിരുന്നു. 18 വയസ്സായപ്പോൾ ഒരു ഫൈറ്റ് പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെന്ത് എഴുതാം നമുക്ക് അതിനെപ്പറ്റി? ആര്യ ഹാസ് ഓൾവേസ് ഡ്രീംഡ് ഓഫ് ഫ്ലൈയിങ്. When Arya was 4 years old, she saw Rosamma, a trapeze artist, at the circus. Arya wanted to fly like her.
As she grew up, her dreams kept changing. She wanted to be like Kalpana Chawla, an astronaut, also like Amelia, a pilot. She learned about Indian women who flew aeroplanes, and at the age of 18, she was determined to become a fighter pilot herself. After years of studying and training, Arya finally gets her chance to fly a plane with 2 special passengers on board. She achieved her dream. അപ്പോൾ എന്താ പറയുന്നത്, ആര്യയ്ക്ക് 4 വയസ്സ്, ആര്യയ്ക്ക് എപ്പോഴും പറക്കണമെന്നുള്ളൊരു മോഹമുണ്ടായിരുന്നു അല്ലേ. 4 വയസ്സായപ്പോൾ അവൾക്കൊരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആവണം റോസമ്മയെ പോലെ എന്ന് തോന്നിയിരുന്നു. അത് കഴിഞ്ഞ് 8 വയസ്സായപ്പോഴെന്താണ്, അവൾ വളരുന്നതിനനുസരിച്ച് അവളുടെ സ്വപ്നങ്ങളിലും മാറ്റങ്ങൾ വന്നു. പക്ഷേ അവൾ ആലോചിച്ചിരുന്ന എന്ത് തന്നെയായിരുന്നു, അവൾക്ക് പറക്കണമെന്ന് തന്നെയായിരുന്നു. 8 വയസ്സായപ്പോൾ കൽപ്പന ചൗളയെ പോലെ ആ ആസ്ട്രോനോട്ടിൻ്റെ വേഷമൊക്കെ ധരിച്ച് സ്പേസ് സ്യൂട്ടൊക്കെ ധരിച്ച് നിൽക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഓക്കെ, 18 വയസ്സായപ്പോഴോ അവൾക്ക് മനസ്സിലായി ഇന്ത്യയിലെ സ്ത്രീകൾ എയ്റോപ്ലെയിൻസ് ഒക്കെ പറത്തുമെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ അവളുടെ ആഗ്രഹം എന്തായിരുന്നു, 18 വയസ്സായപ്പോഴോ ഒരു ഫൈറ്റർ പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ആഗ്രഹങ്ങൾ മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു അല്ലേ, പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം അവൾക്ക് എന്താണ്, ഒരു പ്ലെയിൻ പറത്താനുള്ള അവസരം കിട്ടി. അതിൽ 2 പാസഞ്ചേഴ്സും ഉണ്ടായിരുന്നു, സഞ്ചാരികളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അറ്റ് ലാസ്റ്റ് എന്താണ്, അവളുടെ കഴിവ് കൊണ്ട് അവളുടെ ഡ്രീംസ് അറ്റൈൻ ചെയ്തു അല്ലേ, അത് കൈവരിച്ചു എന്നാണ് ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെസൺ വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്